ഡോക്ടർ ഒലിവർ സാക്സ് ഒരു ന്യൂറോ സയൻറ്റിസ്റ്റാണ്. ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ ഒരു രോഗി വന്നു. ഡോക്ടർ പി എന്ന് അദ്ദേഹത്തെ വിളിക്കാം. ഡോക്ടർ പി വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മ്യൂസീഷ്യനും ടീച്ചറും ഒക്കെയാണ്. അദ്ദേഹം വളരെ വിചിത്രമായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് സാക്സിന് മുമ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിന് വസ്തുക്കളെ തിരിച്ചറിയാൻ കഴിയില്ല. കാഴ്ച വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ചുറ്റുപാടുകളിൽ നിന്നുള്ള ഒരു വസ്തുവിനെയും അദ്ദേഹത്തിന് അതിൻ്റെ ഐഡൻറ്റിറ്റിയുടെ രൂപത്തിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അദ്ദേഹം വളരെ ഡിസ്ജോയിൻ്റ് ആയിട്ട് കിടക്കുന്ന കുറേ ഷേപ്പുകൾ, ലൈനുകൾ ഒക്കെ ആയിട്ടാണ് ഈ ചുറ്റുപാടുകളെ കാണുന്നത്. ഇപ്പോൾ ക്യൂബോ, സ്ഫിയറോ ഒക്കെ പോലെ റെഗുലർ ഷേപ്പുള്ള വസ്തുക്കളെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒരു ഗ്ലൗസോ ഒരാളുടെ മുഖമോ പോലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പുകളെ അദ്ദേഹത്തിന് ഒരു രീതിയിലും തിരിച്ചറിയാൻ കഴിയില്ല. ഈ കൺസൾട്ടേഷൻ കഴിഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഈ ഡോക്ടർ പി ഒരു കാര്യം കൂടി ചെയ്തു. അദ്ദേഹം കൂടെ വന്ന സ്വന്തം ഭാര്യയുടെ തല കഴുത്തിൽ നിന്ന് മാറ്റി സ്വന്തം തലയിലേക്ക് വയ്ക്കാൻ ശ്രമിച്ചു. കാരണം അത് തലയിൽ വെക്കുന്ന ഒരു തൊപ്പി പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. ദ മാൻ ഹൂ മിസ്റ്റൂക്ക് ഹിസ് വൈഫ് ഫോർ എ ഹാറ്റ് എന്ന തലക്കെട്ടിൽ 1985 ഡോക്ടർ ഒലിവർ സാക്സ് എഴുതിയ പുസ്തകത്തിൽ ഈ കേസ് സ്റ്റഡീസ് വിവരിക്കുന്നുണ്ട്. ഇതുപോലുള്ള വിചിത്രമായിട്ടുള്ള ഒരുപാട് കേസുകൾ ആ പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഇവിടെ വിഷ്വൽ അഗ്നോസിയ എന്ന് വിളിക്കുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ് നമ്മൾ സംസാരിച്ചത്. ഡോക്ടർ പിക്കുള്ള മെഡിക്കൽ കണ്ടീഷൻ അതാണ്. അത് അദ്ദേഹത്തിൻ്റെ തലച്ചോറിന് സംഭവിച്ച ഒരു തകരാറിൻ്റെ ഔട്ട്കമാണ്. വിഷ്വൽ അഗ്നോസിയയുടെ പ്രത്യേകത, നിങ്ങളുടെ കാഴ്ചയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വിഷ്വൽ അക്വിറ്റി വളരെ നന്നായിട്ടുള്ള ആളായിരുന്നു ഡോക്ടർ പി. തറയിൽ കിടക്കുന്ന ഒരു മുട്ടുസൂചി അദ്ദേഹത്തിന് കൃത്യമായി കാണാൻ പറ്റും. പക്ഷേ ഈ ഷേപ്പുകളുടെ റിയാലിറ്റി, അവ എന്താണ് എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. ആളുകളുടെ മുഖം കണ്ടാൽ അത് ആരുടെ മുഖമാണ്, അത് മുഖം തന്നെയാണോ എന്ന് പോലും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയില്ല, വളരെ അടുത്ത ഫാമിലി മെമ്പേഴ്സിനെ പോലും. പക്ഷേ മറ്റ് ഇന്ദ്രിയങ്ങളിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ അമ്മയെ അദ്ദേഹത്തിന് മുഖം കണ്ടാൽ അമ്മയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല, പക്ഷെ അമ്മ സംസാരിക്കുമ്പോൾ അത് അമ്മയാണ് എന്ന് ശബ്ദത്തിലൂടെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ മറ്റ് ഇന്ദ്രിയങ്ങളിലൂടെ ഈ വിവരം അദ്ദേഹത്തിന് ലഭിക്കും. പക്ഷേ ഈ കാഴ്ച എന്ന് പറയുന്ന ഇന്ദ്രിയം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം റിയാലിറ്റി കൃത്യമായി നൽകുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിൻ്റെ പ്രശ്നം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഡോക്ടർ പി ഒരു മ്യൂസീഷ്യൻ ആയിരുന്നതുകൊണ്ട് അദ്ദേഹം ഇതിനെ മറ്റ് പല രീതിയിലും കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ഒരു ബാത്ത് സോങ് ഉണ്ടാവും. കുളിക്കുന്ന പ്രക്രിയയെ അദ്ദേഹം ഈ പാട്ടുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈറ്റ് സോങ് ഉണ്ടാവും. അദ്ദേഹം ആഹാരം കഴിക്കുന്നത് ആ സോങ്ങിൻ്റെ താളത്തിനനുസരിച്ചായിരിക്കും. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പല റുട്ടീൻ പ്രവർത്തനങ്ങൾക്കും വേണ്ടി അദ്ദേഹം ഓരോ പാട്ടിനെയാണ് ആശ്രയിക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പാട്ട് ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ മുഴുവൻ ട്രാക്കും അദ്ദേഹത്തിന് നഷ്ടപ്പെടും. അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വസ്തുക്കളെയും അദ്ദേഹത്തിന് പെട്ടെന്ന് കയ്യിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ടും നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇതൊരു വലിയ ലിമിറ്റേഷനാണ്. കേൾക്കുമ്പോൾ വളരെ വിചിത്രമെന്ന് തോന്നുന്ന ഇത്തരം ഒരുപാട് കേസ് സ്റ്റഡീസ് ഒലിവർ സാക്സ് അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതിൻ്റെ അടിസ്ഥാന കാരണം നമ്മുടെ മസ്തിഷ്കം ഈ കാര്യങ്ങളെല്ലാം പല പല കമ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതുകൊണ്ടാണ്. നമ്മുടെ മസ്തിഷ്കത്തിന് കമ്പാർട്ട്മെൻ്റലൈസേഷൻ ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്ന പല നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ദൗത്യങ്ങളെ, പല ഫങ്ഷൻസിനെ പല ഭാഗങ്ങളിലാണ് കൈകാര്യം ചെയ്യുന്നത്. അത് പല ഭാഗങ്ങളിൽ സ്വതന്ത്രമായിട്ടല്ല, ഇവ ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മുടെ പല പ്രവർത്തനങ്ങളും നമുക്ക് സ്വാഭാവികമായിട്ട് ചെയ്യാൻ കഴിയുന്നത്. നമുക്കൊരു ഡെയിലി ലൈഫ് എക്സ്പീരിയൻസ് എടുക്കാം. നിങ്ങളൊരു ആൾക്കൂട്ടത്തിലാണ്, ഒരു നഗരത്തിലെ ഒരു ആൾക്കൂട്ടത്തിൽ നിങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് കോൺടാക്റ്റ് വിട്ടുപോയ നിങ്ങളുടെ ഒരു പഴയ സഹപാഠി, നിങ്ങളുടെ അടുത്ത ഫ്രണ്ടായിരുന്ന ആളാണ്, നിങ്ങളുടെ ഒരു കോളേജ് മേറ്റാണ്. ആ ഒരു ആളിനെ നിങ്ങൾ ആൾക്കൂട്ടത്തിൽ വെച്ച് കാണുന്നു. എന്തായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ്? പല രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യും. നമ്മൾ വളരെ അടുത്ത സുഹൃത്തായിരുന്നു, ഒരുപാട് കാലമായി കണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ എക്സൈറ്റഡ് ആവും. അപ്പോൾ ആ ആളുമായിട്ടുള്ള നമ്മുടെ അന്നത്തെ ഇമോഷണൽ ഷെയറിങ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതനുസരിച്ചിട്ട് നമ്മൾ പല രീതിയിൽ പ്രതികരിക്കാം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രക്രിയ എങ്ങനെയാണ് മസ്തിഷ്കത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നടക്കുന്നു എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾക്ക് ഈ വ്യക്തിയെ കാണണം. അപ്പോൾ ആ വ്യക്തിയിൽ നിന്നുള്ള പ്രകാശം നിങ്ങളുടെ കണ്ണിൽ വീണ് കണ്ണിൻ്റെ റെറ്റിനയിൽ ഒരു ഇമേജ് ഫോം ചെയ്യുന്നു. ആ റെറ്റിനയിൽ ഫോം ചെയ്ത ഇമേജ് ഒരു ഒപ്റ്റിക് നെർവിലൂടെ മസ്തിഷ്കത്തിലെ വിഷ്വൽ കോർട്ടക്സിലെത്തി കാഴ്ച സാധ്യമാകണം. അതായത് നിങ്ങൾക്ക് ആ സീനിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് കാണണം. ഇതാണ് ആദ്യത്തെ ആവശ്യം. അപ്പോൾ ആ കാഴ്ചയിൽ മസ്തിഷ്കം ചെയ്യുന്നത് റെറ്റിനിൽ നിന്ന് വരുന്ന സിഗ്നലിൽ നിന്നും ആ കാഴ്ചയിലെ വർണ്ണവ്യതിയാനങ്ങൾ, അതിൻ്റെ കോൺട്രാസ്റ്റ്,
അവിടെ കാണുന്ന വസ്തുക്കളുടെ ഷേപ്പ്, അതിൻ്റെ എഡ്ജസ്, ഇതൊക്കെയാണ് ഈ വിഷ്വൽ കോർട്ടെക്സിൽ ആദ്യം ഡീകോഡ് ചെയ്യാൻ പോകുന്ന ഇൻഫർമേഷൻ. ഇനി തലച്ചോറിൻ്റെ മറ്റൊരു ഭാഗത്ത് ഈ വിഷ്വലിൽ നിന്നും ആ ആളിൻ്റെ ഫേസ്, അതൊരു ഫേസാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ ഇന്നത്തെ ഫോണൊക്കെ വെച്ച് നമ്മളൊരു സെൽഫിയൊക്കെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം ക്യാമറ പലപ്പോഴും ഫേസുകൾക്ക് ചുറ്റും ഒരു സ്ക്വയർ വരച്ച് വയ്ക്കുന്നത് കാണാൻ പറ്റും. അതായത് ക്യാമറയ്ക്ക് നിങ്ങളുടെ ഫോണിന് ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് ചില പാറ്റേൺ ആണ് ഉപയോഗിക്കുന്നത്. 2 കണ്ണുകൾ, മൂക്ക്, ചുണ്ട്, ഇതൊക്കെ ഒരു പ്രത്യേക ക്രമത്തിൽ വിന്യസിക്കപ്പെടുന്ന ഒരു വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ അതൊരു മുഖമാണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യാണ് ആ പ്രോഗ്രാം അവിടെ ചെയ്യുന്നത്. നമ്മുടെ മസ്തിഷ്കവും ഇതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഈ പാറ്റേണിൽ നിന്നും അവിടെ ഒരു മുഖമുണ്ട്, അതൊരു മുഖമാണ് എന്ന് മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗം തിരിച്ചറിയുന്നു. അതേസമയം മസ്തിഷ്കത്തിൻ്റെ മറ്റൊരു ഭാഗം ഇതാരുടെ മുഖമാണ് എന്ന് തിരിച്ചറിയാനാണ് ശ്രമിക്കുന്നത്. അത് ആദ്യത്തേത് റെക്കഗ്നിഷൻ മാത്രമാണ്, ഫേസ് ആണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നു. രണ്ടാമത്തെ ജോലി അതാരുടെ ഫേസ് ആണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യലാണ്, ഐഡൻറ്റിഫിക്കേഷൻ. ഇനി മസ്തിഷ്കത്തിൻ്റെ മറ്റൊരു ഭാഗം ഈ കണ്ട ഫേസിൽ ഉള്ള എക്സ്പ്രഷൻസ്, അതിൻ്റെ മൂവ്മെൻറ്റ്, അത് എങ്ങോട്ടാണ് നോക്കുന്നത്, ഇങ്ങനെയുള്ള ഭാഗങ്ങളായിരിക്കും അത് റീഡ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി മസ്തിഷ്കത്തിൻ്റെ മറ്റൊരു ഭാഗം ആ വ്യക്തിയുടെ പേര്, ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഇമോഷണൽ കണക്ഷൻ, നിങ്ങൾ ഒരുമിച്ച് നടത്തിയിട്ടുള്ള ഷെയർഡ് എക്സ്പീരിയൻസസ്, നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ, ഒരുമിച്ച് എൻജോയ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഓർമ്മയുടെ ഭാഗങ്ങളെല്ലാം മസ്തിഷ്കത്തിൻ്റെ മറ്റൊരു ഭാഗമായിരിക്കും റിട്രീവ് ചെയ്തെടുക്കുന്നത്. ഇനി മറ്റൊരു ഭാഗം ആ പഴയ ഓർമ്മകളിൽ നിന്നും അതിൻ്റെ ഇമോഷണൽ കണ്ടൻ്റ് ആയിരിക്കും റിട്രീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അമിഗ്ദല എന്ന് പറയുന്ന ഭാഗമാണ് ഇമോഷൻസിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ബ്രെയിൻ്റെ ഭാഗം. അത് ഈ പറഞ്ഞ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് പോസിറ്റീവ് വികാരങ്ങളാണോ, നിങ്ങൾ എക്സൈറ്റഡ് ആയിരുന്നോ, അതോ നിങ്ങൾ ഡിപ്രസ്ഡ് ആയിരുന്നോ, നിങ്ങൾ വിഷമമായിരുന്നോ, ഇങ്ങനെയുള്ള ആ ഇമോഷണൽ മീനിങ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് മസ്തിഷ്കത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇനി ഇതൊന്നും അല്ലാതെ മറ്റൊരു ഭാഗമാണ് ഇപ്പോൾ ഈ വ്യക്തിയെ കാണുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തു? നിങ്ങൾ കാഴ്ച സാധ്യമാക്കി, അതിൽ നിന്നും ഫേസ് ആണെന്ന് മനസ്സിലാക്കി, അത് ആരുടെ ഫേസ് ആണെന്ന് തിരിച്ചറിഞ്ഞു, ആ ആളുമായിട്ടുള്ള നിങ്ങളുടെ പഴയ എക്സ്പീരിയൻസസ് റിട്രീവ് ചെയ്തു, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അന്നുണ്ടാക്കിയിരുന്ന അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരുന്ന ഇമോഷൻസ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞു. ഇനി ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ വ്യക്തിയെ കണ്ട ആ ഇൻസിഡൻറ്റിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണം എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ അവിടെ മറ്റൊരു ഡിസിഷൻ മേക്കിംഗ് ഇൻവോൾവ് ആണ്. അപ്പോൾ ബ്രെയിനിൻ്റെ പല പല ഭാഗങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒരു പഴയ ഫ്രണ്ടിനെ ഇതുപോലെ ഒരു ആൾക്കൂട്ടത്തിൽ കണ്ടാൽ ഉടനെ നമ്മൾ എക്സൈറ്റഡ് ആയി നമ്മൾ അയാളെ പോയി കെട്ടിപ്പിടിക്കുകയോ, അല്ലെങ്കിൽ പഴയ ഒരു ശത്രുവായിരുന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെടുത്ത് ഒരു ഈർഷ്യഭാവം കാണിച്ച് അകന്നു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു നമുക്ക് വളരെ വളരെ പരിചയമുള്ള ഒരു ഡെയിലി ലൈഫ് സിറ്റുവേഷനിൽ മസ്തിഷ്കത്തിൻ്റെ പല പല ഭാഗങ്ങൾ, പല പല ജോലികൾ ഒരുമിച്ച് ഒരു സിംഫണി പോലെ ചെയ്താലാണ് സാധിക്കുക. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മസ്തിഷ്കം മോഡുലാറും ഇൻ്റഗ്രേറ്റഡുമാണ്. മോഡുലാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പല പല സ്ഥലങ്ങളിലാണ് പല പല ഫങ്ഷൻസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മസ്തിഷ്കത്തിന് പല ലോബുകളുണ്ട്. ഫ്രണ്ടൽ ലോബ്, പരിയറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ് എന്നൊക്കെ പറയുന്ന ലോബുകളുണ്ട്. ഈ പല പല ലോബുകളും പല പല ഫങ്ഷൻസിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഇതിൽ ചില ഫങ്ഷൻസ് പല ലോബുകളിലും നമുക്ക് ഷെയർഡായിട്ട് കാണാൻ പറ്റും, ചിലയിടങ്ങളിൽ പ്രത്യേകിച്ച് ഫോക്കസ്ഡ് ആണെന്ന് കാണാൻ പറ്റും. അതേസമയം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇമോഷൻസും ഓർമ്മയും കാഴ്ചയും ഫേസ് റെക്കഗ്നിഷനും ഐഡൻറ്റിഫിക്കേഷനും ഇങ്ങനെയുള്ള പല പല സ്ഥലങ്ങളിൽ നടക്കുന്ന ഫങ്ഷൻസിനെ ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വളരെ സ്മൂത്തായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ബ്രെയിനിലൂടെ സാധ്യമാകൂ. ഇനി പ്രഡിക്റ്റീവ് പ്രോസസ്സിംഗ് എന്ന് വിളിക്കുന്ന ഒരു പ്രതിഭാസം കൂടി മസ്തിഷ്കത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയേണ്ടതുണ്ട്. അതായത് നമ്മൾ കരുതുന്നത് പോലെ ഈ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന ഇൻഫർമേഷനെ അടിസ്ഥാനപ്പെടുത്തി ചുറ്റുപാടുകൾ എങ്ങനെയാണ് എന്നൊരു റിയാലിറ്റിയുടെ ചിത്രം ഉണ്ടാക്കിയെടുക്കുകയല്ല മസ്തിഷ്കം ചെയ്യുന്നത്. മറിച്ച് മസ്തിഷ്കം അതിൻ്റെ മുൻ അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ചുറ്റുപാടുകൾ എങ്ങനെയാണ് എന്നൊരു പ്രഡിക്ഷൻ ആദ്യം ഉണ്ടാക്കും. എന്നിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ അകത്തേക്ക് വരുന്ന സിഗ്നൽസുമായിട്ട് അതിനെ താരതമ്യം ചെയ്യും. എന്നിട്ട് നമ്മളുടെ പ്രഡിക്ഷനുമായിട്ട് ഇത് മാച്ച് ആവുന്നുണ്ടോ, മാച്ച് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെയാണ് കറക്ഷൻ വേണ്ടത് അവിടെ കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ മസ്തിഷ്കം ഈ റിയാലിറ്റിയെക്കുറിച്ചുള്ള, അതായത് നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള നമ്മുടെ യാഥാർത്ഥ്യ ബോധം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമുക്കൊരു ട്രിക്കായിട്ട് തോന്നുമെങ്കിലും നമുക്ക് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ എഫിഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ വളരെ എനർജി കുറച്ച് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. എന്തുകൊണ്ട്? കാരണം ആദ്യമേ ഒരു സംഗതി ഉണ്ടാക്കി വെച്ചിട്ട് തിരുത്താൻ വല്ലതും ഉണ്ടെങ്കിൽ തിരുത്തിയാൽ മതിയല്ലോ. നേരെ മറിച്ച് കിട്ടുന്ന ഓരോ സിഗ്നലും നോക്കി അതിൽ നിന്നും ഫ്രഷായിട്ട് റിയാലിറ്റിയെക്കുറിച്ചൊരു ചിത്രം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് കൂടുതൽ എനർജി എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ മസ്തിഷ്കം ചെയ്യുന്നത് ഈ പ്രഡിക്റ്റീവ് പ്രോസസ്സിംഗ് ആണ്. ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈ
ഉണ്ടാക്കി വെച്ചേക്കുന്ന പ്രഡിക്ഷനെ എന്തെങ്കിലും രീതിയിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിഗ്നൽ വെളിയിൽ നിന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ പ്രഡിക്ഷൻ അതേപടി നിൽക്കും. അതൊരു ഹാലൂസിനേഷനായിട്ട് മാറും. അതിന് റിയാലിറ്റിയായിട്ട് ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ പ്രഡിക്റ്റീവ് പ്രോസസ്സിങ് ശരിക്കും അതിൻ്റെ ഒരു ഫീച്ചറാണ്, അതൊരു പ്രശ്നമല്ല. പക്ഷേ ചിലയിടങ്ങളിൽ മറ്റു ചില പാകപ്പിഴകൾ ഉണ്ടാകുമ്പോൾ ഇതൊരു ഫീച്ചർ എന്നുള്ളത് മാറി അതൊരു മാൽ ഫങ്ഷൻ ആയിട്ട് മാറും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഫ്രണ്ടിന് ആൾക്കൂട്ടത്തിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ട് തിരിച്ചറിയുന്ന ആ സംഭവത്തിൽ ഇതുപോലെ മസ്തിഷ്കത്തിൻ്റെ പല ഭാഗങ്ങൾക്ക് സംഭവിക്കുന്ന പാകപ്പിഴകൾ എന്തൊക്കെ രീതിയിൽ നമുക്ക് നമ്മുടെ ആ അനുഭവത്തെ മാറ്റിമറിക്കാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ റെറ്റിനയിൽ നിന്ന് വരുന്ന സിഗ്നലിനെ ആദ്യം പ്രോസസ്സ് ചെയ്യുന്ന മസ്തിഷ്കത്തിൻ്റെ ഈ ബാക്കിലെ ഓക്സിപിറ്റൽ ലോബിലിരിക്കുന്ന വിഷ്വൽ കോർട്ടെക്സ്, ആ വിഷ്വൽ കോർട്ടെക്സ് പ്രവർത്തിക്കുന്നില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അവിടെ നമുക്ക് ഉള്ള സിറ്റുവേഷന് കോർട്ടിക്കൽ ബ്ലൈൻഡ്നെസ് എന്നാണ് വിളിക്കുന്നത്. ഈ ബ്ലൈൻഡ്നെസ് കാഴ്ച അല്ലെങ്കിൽ കണ്ണിൻ്റെ കുഴപ്പം കൊണ്ടുണ്ടാകുന്നതല്ല, മറിച്ച് കണ്ണിൽ നിന്നുള്ള സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യുന്ന ബ്രെയിനിൻ്റെ റീജിയൺ, അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ വിഷ്വൽ കോർട്ടെക്സ് പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാഴ്ചയുണ്ടാവില്ല, അതൊരു ടോട്ടൽ ബ്ലൈൻഡ്നെസ് ആയിരിക്കും. ശ്രദ്ധിക്കുക, കണ്ണുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ആ സിറ്റുവേഷനിൽ ബ്ലൈൻഡ് ആയിരിക്കും, നിങ്ങൾക്കൊന്നും കാണാൻ കഴിയില്ല. ഇവിടെ മറ്റൊരു കൗതുകരമായിട്ടുള്ള കാര്യം കൂടിയുണ്ട്. അങ്ങനെ കോർട്ടിക്കൽ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാളുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ പെട്ടെന്നൊരു ബോൾ എടുത്ത് അയാളുടെ നേരെ എറിഞ്ഞാൽ ചിലപ്പോൾ അയാൾ അതിൽ നിന്നും മാറിക്കളയും. അയാൾ ആ ബോൾ കാണുന്നില്ല, എറിഞ്ഞ ആളിനെയും കാണുന്നില്ല. പക്ഷേ ആ കാഴ്ച ഇല്ലാത്തതിൻ്റെ കാരണം അയാളുടെ കണ്ണുകളിൽ സിഗ്നൽ കിട്ടാത്തതല്ല, ആ സിഗ്നൽ പ്രോസസ്സ് ചെയ്യുന്ന ബ്രെയിൻ ഭാഗം പ്രവർത്തിക്കാത്തതാണ്. എന്നാൽ അൺകോൺഷ്യസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ അത് നമ്മുടെ ചലനത്തെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചലനത്തെ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ അതും കണ്ണിൽ നിന്നുള്ള സിഗ്നലിനെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ ആ ബ്രെയിൻ റീജിയൻസ് കാഴ്ച എന്ന് പറയുന്ന അനുഭവം ഉണ്ടാക്കുന്നില്ല, പക്ഷേ അവയ്ക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ കോർട്ടിക്കൽ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാളിൻ്റെ നേരെ നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് മൂവ്മെൻറ്റിലൂടെ കൊണ്ടുവന്നാൽ അവർക്ക് അത് മനസ്സിലാക്കി ചിലപ്പോൾ അതിനോട് പ്രതികരിക്കാൻ സാധിച്ചേക്കും. വിചിത്രമെന്ന് തോന്നിയേക്കാം, പക്ഷേ ഇതൊരു റിയാലിറ്റിയാണ്. ഇനി വിഷ്വൽ കോർട്ടെക്സിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ആ കാഴ്ചയുടെ സിഗ്നൽസ് കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്ത് കാഴ്ച എന്ന് പറയുന്ന അനുഭവം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഓക്സിപിറ്റൽ ഫേസ് ഏരിയ എന്ന് പറയുന്ന മസ്തിഷ്ക ഭാഗം പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതൊരു ഫ്രാഗ്മെൻറ്റഡ് വിഷൻ ആയിരിക്കും. അതായത് ഒരാൾ മുമ്പിൽ, നിങ്ങൾ ഈ പറഞ്ഞ ഒരാളെ നിങ്ങൾ മുമ്പിൽ കാണുന്നു, പക്ഷേ അയാളുടെ മൂക്കിൻ്റെ ദ്വാരം നിങ്ങൾ കാണുന്നുണ്ട്, കണ്ണുപോലൊരു വസ്തു നിങ്ങൾ കാണുന്നുണ്ട്, സ്കിന്നിൻ്റെ ഒരു പാച്ച് കാണുന്നുണ്ട്, ചെവി കാണുന്നുണ്ട്, പക്ഷേ അതൊരു മുഖമാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതാണ് ഫ്രാഗ്മെൻറ്റഡ് വിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാഴ്ച വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ വസ്തുവിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതായിരിക്കും ഓക്സിപിറ്റൽ ഫേസ് ഏരിയ പ്രവർത്തിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന റിസൾട്ട്. ഇനി നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ ഫ്യൂസിഫോം ഫേസ് ഏരിയയാണ് പ്രവർത്തിക്കാതിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫേസിൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാകാതെ പോകും. അതായത് ഒരുപക്ഷെ നീണ്ട മൂക്കുള്ള, ചുരുണ്ട മുടിയുള്ള, പ്രത്യേക സ്കിൻ കളറുള്ള ഒരാളിനെ നിങ്ങൾ കാണും, പക്ഷേ അത് നിങ്ങളുടെ ഭാര്യയാണെന്നോ അമ്മയാണെന്നോ നിങ്ങളുടെ ബോസാണെന്നോ ഒന്നും തിരിച്ചറിയാൻ സാധിക്കാതെ പോകും. ഇതിനൊരു പേരുണ്ട്, ഇതിനെ പ്രോസോപാഗ്നോസിയ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്ടർ പിക്ക് ഈ കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരിക്കലും ഈ മുഖം വച്ച് ആൾക്കാരെ തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷേ ഫാമിലി മെമ്പേഴ്സിനെ പോലെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആളുകളെ മറ്റു ക്യൂസിലൂടെ, നോൺ വിഷ്വൽ ആയിട്ടുള്ള ക്യൂസിലൂടെ അവർക്ക് മനസ്സിലാകും. ഇപ്പോൾ നടത്തത്തിൻ്റെ രീതി, അത് ചലനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാകുന്നത്. ചലനം റെക്കഗ്നൈസ് ചെയ്യുന്നത് മറ്റൊരു മസ്തിഷ്ക ഭാഗമാണ്. ഇനി അതുപോലെ ശബ്ദം, സംസാരിക്കുമ്പോൾ ഉള്ള ശബ്ദം, ഇങ്ങനെയുള്ള വിഷ്വൽ അല്ലാത്ത മറ്റ് ആസ്പെക്റ്റിലൂടെ ഒരുപക്ഷെ ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചേക്കും. അതായത് പ്രോസോപാഗ്നോസിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ കാഴ്ച കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടാകും, മുഖം വച്ചിട്ട് നിങ്ങൾക്ക് ആളിനെ തിരിച്ചറിയാൻ സാധിക്കില്ല. ഇനി നിങ്ങളുടെ ആൻറ്റീരിയർ ടെമ്പറൽ കോർട്ടെക്സോ ഹിപ്പോ ക്യാമ്പസോ ഒക്കെയാണ് പണിമുടക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നു, മുഖമാണെന്ന് തിരിച്ചറിയുന്നു, ആരുടെ മുഖമാണ് എന്ന് തിരിച്ചറിയുന്നു, പക്ഷേ ഈ കക്ഷി ആരാണ്, ഐഡൻറ്റിറ്റി, നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. അതായത് ഈ പ്രശ്നം മെമ്മറി റിട്രീവലാണ്. നമ്മൾ നമ്മുടെ സുഹൃത്തായിരുന്ന ഒരാളെ കണ്ടു എന്നുണ്ടെങ്കിൽ നമ്മളുടെ സുഹൃത്തായിരുന്നു അയാൾ, നമ്മൾ അയാളുമായിട്ട് കുറേയേറെ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും അവിടെ റിട്രീവ് ചെയ്യാൻ പറ്റിയാലേ ഉള്ളൂ നിങ്ങൾക്ക് അയാളെ സുഹൃത്തായിട്ട് തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ പറയുന്ന ബ്രെയിൻ റീജിയൻസ് ആണ് പണിമുടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളെ ഒരു സ്ട്രേഞ്ചറായിട്ട് മാത്രമേ മനസ്സിലാവൂ. നിങ്ങൾക്ക് ആളിനെ പരിചയമുണ്ട്, പക്ഷേ ആരാണ് എന്ന് വ്യക്തമാകുന്നില്ല. പലപ്പോഴും ഈ അൽഷൈമേഴ്സ് രോഗത്തിൻ്റെയൊക്കെ ആ പ്രോഗ്രഷൻ്റെ ഒരു മിഡിൽ സ്റ്റേജിലൊക്കെ വരുമ്പോൾ ഇത്തരം അനുഭവങ്ങൾ ആളുകൾക്ക് പൊതുവിൽ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഇനി നിങ്ങളുടെ
അമിഗ്ദല ആണ് പണി മുടക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാകാൻ പോകുന്നത് അവിടെയാണ്. നിങ്ങൾ ആളിനെ കാണുന്നു, മുഖമാണ് തിരിച്ചറിയുന്നു, ആരുടെ മുഖമാണ് തിരിച്ചറിയുന്നു, നിങ്ങളുടെ സുഹൃത്ത് തന്നെയാണ്, നിങ്ങളുടെ സുഹൃത്തിൻ്റെ മുഖമാണ് എന്ന് തിരിച്ചറിയുന്നു, നിങ്ങൾക്ക് ഓർമ്മയെല്ലാം വരുന്നു. പക്ഷേ ഈ ഓർമ്മകളെല്ലാം അവിടെ റിട്രീവ് ചെയ്യുമ്പോഴും ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമോഷണൽ റെഗുലേഷൻസ് നടക്കുന്നില്ല. നിങ്ങളുടെ അടുത്ത സുഹൃത്തായിരുന്ന ഒരാളിനെ വർഷങ്ങൾക്ക് ശേഷം ഒരു സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന ചില വികാരങ്ങളുണ്ട് അല്ലേ? ആ വികാരങ്ങൾ അത് ഉണ്ടാകാതെ വന്നാൽ ഉണ്ടാകാൻ പോകുന്നത് വളരെ വിചിത്രമായിട്ടുള്ള അനുഭവമാണ്. നിങ്ങളുടെ അടുത്ത സുഹൃത്തിനെ കാണുന്നു, പക്ഷേ ഈ ഇമോഷണൽ റെസ്പോൺസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് സുഹൃത്തായിട്ട് തോന്നില്ല. മറിച്ച് നിങ്ങളുടെ സുഹൃത്തിനെ അതുപോലിരിക്കുന്ന ഒരാളിനെ നിങ്ങളവിടെ കണ്ടതായിട്ടേ തോന്നും. അതായത് എക്സാക്ട്ലി നിങ്ങളുടെ സുഹൃത്തായിരുന്ന ആളിനെ പോലിരിക്കുന്ന മറ്റൊരാൾ. ഇതാ പഴയ സുഹൃത്തിനെ കാണുമ്പോൾ മാത്രമല്ല, ഈ ഇഷ്യൂവിന് ഒരു പേരുണ്ട്, ക്യാബ്ഗ്രാസ് സിൻഡ്രം. അതായത് അമിഗ്ദല ഉണ്ടാക്കുന്ന ഇമോഷണൽ റെസ്പോൺസ് നിങ്ങൾക്ക് ലഭിക്കാതെ വരുമ്പോൾ വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈകാരികതകൾ നമുക്ക് മിസ്സായി പോകും. നിങ്ങളുടെ അമ്മയെ കാണുമ്പോൾ, അമ്മ എന്ന് പറയുന്നത് അമ്മയുടെ കാഴ്ചയോ അമ്മയുടെ ശബ്ദമോ ഒന്നും മാത്രം ചേർന്നല്ലോ നിങ്ങളുടെ അമ്മയായിരിക്കുന്നത്. മറിച്ച് അമ്മയുമായിട്ടുള്ള നിങ്ങളുടെ വൈകാരിക ബന്ധം കൂടി ചേർന്നാണ് ആ അനുഭവം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ വൈകാരികത ഇല്ലാതെ വരുമ്പോൾ എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണല്ലോ ഈ സ്ത്രീ, പക്ഷേ എൻ്റെ അമ്മയല്ല. ഈ സിൻഡ്രമാണ് ക്യാബ്ഗ്രാസ് സിൻഡ്രം എന്നറിയപ്പെടുന്നത്. നിങ്ങൾക്ക് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടൊരു വിഷയം തോന്നിയേക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ബന്ധത്തിലുള്ള ഒരാളായോ, അമ്മയോ അച്ഛനോ പാർട്ട്ണറോ ആരോ ആയിക്കൊള്ളട്ടെ, അയാളുമായിട്ട് ഒരു വ്യത്യാസവുമില്ലാത്ത ഒരാളെ നിങ്ങളുടെ തൊട്ടടുത്ത് കാണുകയും എന്നാൽ നിങ്ങൾക്ക് തീർത്തും അപരിചിതനാണ് എന്ന് നിങ്ങളുടെ ബ്രെയിൻ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നൊരു ഈറി ഫീലിംഗ് ഉണ്ട്. അത് അത്രമാത്രം സമാനമാണ്, ചെറിയൊരു സാമ്യമല്ല, സമാനത എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ ആ ഇമോഷണൽ റെസ്പോൺസ് മിസ്സിങ് ആണ്. ഇത് വളരെ വിചിത്രമായിട്ടൊരു അനുഭവമായിരിക്കും. പക്ഷേ പറയുമ്പോൾ ഒരാളിനെ കണ്ട് അയാളുമായിട്ട് പ്രതികരിക്കുന്നതിലുള്ള അനേകം ബ്രെയിൻ റീജിയനുകളിൽ ഒരു ബ്രെയിൻ റീജിയൻ പ്രവർത്തിക്കാതെ വരുമ്പോൾ സംഭവിക്കുന്ന അനുഭവമാണ് ഇത്ര ഡ്രമാറ്റിക് ആയിട്ട് മാറുന്നത്. ഇനി ഈ ക്യാബ്ഗ്രാസ് ഡെലൂഷൻ പോലെ വേറെയും ഒരുപാട് മെഡിക്കൽ കണ്ടീഷൻസ് ഈ മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അവയിൽ കുറച്ചെണ്ണം മാത്രം നമുക്കൊന്ന് പരിചയപ്പെടുത്തിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മറ്റൊരു സിൻഡ്രം നമുക്ക് പരിചയപ്പെടാവുന്നത് ആൻറ്റൺസ് സിൻഡ്രം ആണ്. അതായത് ഡിനയൽ ഓഫ് ബ്ലൈൻഡ്നെസ്. നിങ്ങൾക്ക് കാഴ്ചയില്ല, പക്ഷേ നിങ്ങൾക്ക് കാഴ്ചയില്ല എന്നുള്ള കാര്യം നിങ്ങൾ അംഗീകരിക്കില്ല. കാരണം നിങ്ങളുടെ മസ്തിഷ്കം കാഴ്ച ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഓക്സിപിറ്റൽ ലോബിന് പ്രശ്നമുണ്ട്, പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാഴ്ച അസാധ്യമായിരിക്കുന്നു. പക്ഷേ മറ്റ് ഭാഗങ്ങൾ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പ്രഡിക്റ്റീവ് പ്രോസസ്സിംഗ് അവിടെ പ്രവർത്തിക്കും. അതായത് മസ്തിഷ്കം ഒരു സിഗ്നൽ ഉണ്ടാക്കി വെച്ചിട്ട് വെളിയിൽ നിന്ന് വരുന്ന സെൻസറി ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ കറക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷേ വെളിയിൽ നിന്ന് സെൻസറി ഇൻപുട്ട് പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല. പക്ഷേ മസ്തിഷ്കത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ ചേർന്ന് ചിലപ്പോൾ വിഷ്വൽസ് ഉണ്ടാക്കിയെടുക്കും, കൺഫാബുലേറ്റ് ചെയ്ത് എടുക്കും. അത് ഇല്ലാത്ത വിഷ്വലായിരിക്കും. പക്ഷേ ഈ വ്യക്തിക്ക് അത് ഇല്ലാത്തതാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തൊക്കെയോ കാണുകയാണ് എന്ന് പറയും. അയാൾ ചെവിയിലൂടെയും മറ്റും വരുന്ന മറ്റ് സെൻസറി ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചുറ്റുപാടുകളെ കുറിച്ചിട്ടൊരു ധാരണ അല്ലാതെ അയാൾക്ക് കിട്ടുന്നുണ്ടാവും. അതുമായിട്ട് ചേർത്ത് വെക്കാവുന്ന ഒരു വിഷ്വലായിരിക്കും അയാളുടെ മസ്തിഷ്കം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കാഴ്ചയില്ല എന്നുള്ള കാര്യം ഈ രോഗി ഡിനൈ ചെയ്യും. ഉദാഹരണത്തിന് ഓക്സിപിറ്റൽ ലോബിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സ്ട്രോക്കോ മറ്റോ വന്നതിൽ നിന്നും ഒരു സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു രോഗി ചിലപ്പോൾ ബോധത്തിലേക്ക് ഉണർന്നു വരുന്ന സമയത്ത് അയാൾക്ക് കാഴ്ച ഉണ്ടാവില്ല. പക്ഷേ അയാൾ ചിലപ്പോൾ വളരെ ക്ലിയറായിട്ട് തന്നെ ചുറ്റും നിൽക്കുന്ന ഡോക്ടർമാരെയും അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറവും അവിടെ ചുറ്റുപാട് ഇരിക്കുന്ന വസ്തുക്കളെ ഒക്കെ അവർ വിവരിച്ചെന്നിരിക്കും. പക്ഷേ അതൊന്നും യാഥാർത്ഥ്യത്തിന് നിരക്കുന്ന വിവരണമായിരിക്കില്ല. വ്യക്തിയുടെ കണ്ണിൽ ഇതെല്ലാം അവർ കാണുന്നുണ്ട്, പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമല്ല. അപ്പോൾ കാഴ്ചയില്ല എന്നുള്ള കാര്യം പോലും സ്വയം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, അതാണ് ആൻറ്റൺസ് സിൻഡ്രം നമുക്ക് സമ്മാനിക്കുന്നത്. ഇനി ടെമ്പറൽ പാരിയറ്റൽ ലോബുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തകരാറിലൂടെ വരുന്ന മറ്റൊരു അസുഖമാണ് ആലീസ് ഇൻ വണ്ടർലാൻഡ് സിൻഡ്രം. അതായത് ഈ രണ്ട് ലോബുകളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ബോഡി ഇമേജ്, നമ്മുടെ ശരീരത്തിൻ്റെ വലിപ്പം, അതിൻ്റെ ഓറിയൻറ്റേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ടും ഈ ചുറ്റുപാടുകൾ എന്തൊക്കെ വസ്തുക്കൾ എവിടെയൊക്കെ ഇരിക്കുന്നു, അതായത് സ്പേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ലോബുകൾ ചേർന്നാണ്. ഈ ലോബുകൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ റിയാലിറ്റി മൊത്തം ഡിസ്റ്റോർട്ടഡ് ആയി പോകും.
അതായത് നിങ്ങളുടെ ശരീരത്തിൻ്റെ വലിപ്പം, നിങ്ങൾ ചുറ്റും കാണുന്ന വസ്തുക്കളുടെ ദൂരം, അവയുടെ ഷേപ്പ്, അവ എത്ര വലിപ്പത്തിലുള്ളതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിലപ്പോൾ ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിക്ക് ഈ ഭാഗത്ത് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ചിലപ്പം കാണുന്നത് അതിൻ്റെ കൈ മാത്രം വളർന്നു വരുന്നു, അല്ലെങ്കിൽ വലിയൊരു കൈയാണ് തനിക്കുള്ളത് തോന്നിയേക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ളൊരു വസ്തു വളരെ ദൂരെയുള്ള വസ്തുവാണെന്ന് തോന്നിയേക്കാം, വളരെ ചെറിയൊരു റൂമിലാണ്, വളരെ ചുരുങ്ങിയൊരു റൂമിൽ തീരെ സ്പേസ് ഇല്ലാത്തൊരു സ്ഥലത്താണ് ഇരിക്കുന്നതെന്ന് തോന്നലേക്ക് വന്നത്. അതായത് ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്ന കഥയിൽ നമ്മൾ കാണുന്നത് പോലുള്ള മായക്കാഴ്ചകൾ. റൂം ഇങ്ങനെ വളരെ ചെറുതായിരിക്കുന്നു, അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ഉറുമ്പ് വളരെ വലുതായിരിക്കുന്നു. ഇത്തരത്തിലുള്ള റിയാലിറ്റി ഡിസ്റ്റോർട്ടഡ് ആവുന്ന അവസ്ഥ, അത് ഈ ടെമ്പറൽ പാലിയേറ്റൽ ലോബിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ തകരാറിലൂടെ ചിലപ്പോൾ സംഭവിക്കാം. ചിലപ്പോൾ ഒരു സിമ്പിൾ വൈറൽ ഇൻഫെക്ഷൻ മതി ഈ ഭാഗത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. പക്ഷേ അതിൻ്റെ എക്സ്പീരിയൻസ് വളരെ പ്രൊഫൗണ്ട്ലി ഡിഫറൻ്റ് ആയിരിക്കും. ഇനി ഏലിയൻ ഹാൻഡ് സിൻഡ്രം എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ 2 അർത്ഥഭാഗങ്ങൾ, 2 ഹെമിസ്ഫിയറുകളുണ്ട് നമുക്കറിയാം. അതിൽ ഓരോ ഹെമിസ്ഫിയറും ശരീരത്തിൻ്റെ മറുവശത്തെയാണ് നിയന്ത്രിക്കുന്നത്. ലെഫ്റ്റ് ഹെമിസ്ഫിയർ ശരീരത്തിൻ്റെ റൈറ്റ് സൈഡിനെയും റൈറ്റ് ഹെമിസ്ഫിയർ ശരീരത്തിൻ്റെ ലെഫ്റ്റ് സൈഡിനെയാണ് നിയന്ത്രിക്കുന്നത്. ഈ ലെഫ്റ്റ് റൈറ്റ് ഹെമിസ്ഫിയറുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ചാനലായിട്ട് പ്രവർത്തിക്കുന്നത് കോർപ്പസ് കൊളോസം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇവിടെ എന്തെങ്കിലും ഡാമേജ് വരികയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട മോട്ടോർ കൺട്രോൾ ചെയ്യുന്ന ഭാഗത്ത് എന്തെങ്കിലും ഡാമേജ് വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മസ്തിഷ്കത്തിൻ്റെ ഈ പ്രശ്നം റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ നമ്മളിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും. അതായത് നമ്മൾ ശരീരത്തിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത്, മോട്ടോർ ആക്ഷൻസ് എല്ലാം നിയന്ത്രിക്കുന്നത് ഫ്രണ്ടൽ ലോബിൽ നിന്നും കൊടുക്കുന്ന, പ്രത്യേകിച്ച് ഈ ഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കൊടുക്കുന്ന കോൺഷ്യസ് ഡിസിഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കൊരു വസ്തു എടുക്കണമെന്നോ ഒരു സ്ഥലത്തേക്ക് പോകണമെന്നോ ഒക്കെയുള്ള ഡിസിഷൻസ് എടുക്കുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും അവിടെ നിന്നാണ്. പക്ഷേ ഈ 2 ഹെമിസ്ഫിയറുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലാതെ വരുമ്പോൾ ചിലപ്പോൾ എത്തിപ്പെടാവുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സ്വന്തമായിട്ട് അങ്ങ് ഡിസൈഡ് ചെയ്യാൻ തുടങ്ങും. അതായത് നിങ്ങളുടെ കോൺഷ്യസ് ഡിസിഷൻ ഇല്ലാതെ അത് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ വലത് കൈ കൊണ്ട് ഷർട്ടിൻ്റെ ബട്ടൺ ഇടുമ്പോൾ ഇടത് കൈ വന്ന് ആ ബട്ടൺ അഴിച്ചേക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തെ കൈ മറ്റാരുടെയോ കൈ അയാളുടെ ബുദ്ധിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നതായിട്ട് തോന്നും. അതാണ് ഏലിയൻ ഹാൻഡ് സിൻഡ്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മോട്ടോർ കൺട്രോളിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഭാഗം നമ്മളുടെ കോൺഷ്യസ് ഡിസിഷനിൽ നിന്ന് മാറി സ്വന്തമായിട്ട് റാൻഡമായിട്ട് പെരുമാറാൻ തുടങ്ങും. ഇത് പറയുമ്പോൾ വിചിത്രമാണ്, തമാശ പോലെയൊക്കെ തോന്നുമെങ്കിൽ പോലും അത്തരമൊരു അവസ്ഥയിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ അവർ നേരിടാൻ പോകുന്നത്. ഇനി സൊമാറ്റോ പാരാഫ്രീനിയ എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട്. അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ ഓണർഷിപ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിട്ട് തോന്നും. ഇപ്പോൾ മിക്കവാറും മസ്തിഷ്കത്തിൻ്റെ റൈറ്റ് പാലിയേറ്റൽ ലോബിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തകരാറുകളായിരിക്കും ഇത്തരം സിറ്റുവേഷൻസിലേക്ക് പൊതുവെ നയിക്കാറ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആ ഭാഗത്ത് ഡാമേജ് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും സ്ട്രോക്കോ ഒക്കെ വന്നൊരു പേഷ്യൻ്റ് റിക്കവറിയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ മറുവശത്ത് സ്വാഭാവികമായിട്ടും പാരാലിസിസ് വന്നിട്ടുണ്ടായിരിക്കും. പാരാലിസിസ് എന്ന് പറയുന്നത് പൊതുവെ നമുക്ക് കോൺഷ്യസ്ലി അത് മൂവ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തെയാണല്ലോ നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ ആ പാരാലിസിസ് മാത്രമല്ല പ്രശ്നം. പക്ഷേ ഈ പേഷ്യൻ്റ് ഇവിടെ ആ പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന കൈ തൻ്റെ അല്ല, അപ്പുറത്ത് നിൽക്കുന്ന നഴ്സിൻ്റെയോ ഡോക്ടറിൻ്റെയോ ഒക്കെയാണ് എന്ന് പറഞ്ഞേക്കാം. അല്ലെങ്കിൽ ആ കൈ ഒന്ന് അനക്കി നോക്കാൻ പറഞ്ഞാൽ അയാൾ ചോദിക്കുന്നത് ഞാനതിന് അനക്കണം, ഇതെൻ്റെ കൈയല്ലല്ലോ എന്നായിരിക്കും. അപ്പോൾ കൈയുടെ അനക്കാനുള്ള നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടുന്നതിനപ്പുറം അത് സ്വന്തം കൈയാണ് എന്ന ആ സെൻസ് ഓഫ് ഓണർഷിപ്പ് കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥയും അവിടെ സംഭവിച്ചേക്കാം. അതും ഒരു മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ഡാമേജ് കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കോണം. ഇതിനെയാണ് നമ്മൾ സൊമാറ്റോ പാരാഫ്രീനിയ എന്ന് വിളിക്കുന്നത്. ഈ ഞാൻ എന്ന ബോധം, സെൻസ് ഓഫ് സെൽഫ്, എൻ്റേത് എന്ന ബോധം, ഓണർഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണ് ഞാൻ എന്ന ചോദ്യം എങ്ങനെ സമീപിക്കണം എന്നതിനെക്കുറിച്ചും ഇതേ ചാനലിൽ നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാൻ ആ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നു. സൊമാറ്റോ പാരാഫ്രീനിയ അതിൻ്റെ ഒരു ഫലമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി ഒരു ഡെലൂഷനെ കുറിച്ചുകൂടി പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതൊരു പക്ഷേ ഈ കൂട്ടത്തിൽ ഏറ്റവും വിചിത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ്. ഇറ്റ്സ് കോൾഡ് കൊട്ടാഡ്സ് ഡെലൂഷൻ. ഈ അവസ്ഥ വന്നാൽ സംഭവിക്കുന്നത് ഒരു വ്യക്തിക്ക് താൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന തോന്നൽ ഇല്ലാതാകും. ഇതിനെ നിഹിലിസ്റ്റിക് ഡെലൂഷൻ എന്ന് വിളിക്കാറുണ്ട്. അതായത് രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മരിച്ചു, അയാൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അയാളുടെ ശരീരം ചൂണ്ടിക്കാണിച്ചാൽ അയാൾ പറയുന്നത് മരിച്ച ശരീരമാണ്. നിങ്ങൾക്ക് ഒരു രീതിയിലും ആ വ്യക്തിയെ അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കൺവിൻസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ സെൽഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമോഷൻസും എക്സിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമൊക്കെ അവിടെ ഫങ്ഷനിങ് അല്ലാതായിരിക്കുന്നു എന്നതാണ് പ്രശ്നം. അപ്പോൾ ആ വ്യക്തി ചിലപ്പോൾ ആഹാരം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ വിസമ്മതിക്കും. കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞല്ലോ, ഇനി എന്തിനാണ് ആഹാരവും വെള്ളവും ഒക്കെ എന്നായിരിക്കും അയാൾ ചിന്തിക്കുന്നത്.
അപ്പോൾ ഇത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. പക്ഷേ മസ്തിഷ്കത്തിൻ്റെ ചെറിയ ഏതെങ്കിലും ഡാമേജ് ആയിരിക്കും ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഐഡൻറ്റിറ്റിയും ഇമോഷനും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ചെറിയ ഫംഗ്ഷൻ്റെ തകരാറ് പോലും എത്ര ഗുരുതരമായിട്ടുള്ള ആഫ്റ്റർ ഇഫക്ട്സ് ഉണ്ടാക്കും എന്ന് നല്ലൊരു ഉദാഹരണമാണ് ഈ കോട്ടാർഡ്സ് ഡെലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ നമുക്ക് എന്താണ് മനസ്സിലാവുക? മസ്തിഷ്കത്തിൻ്റെ പല പല ഭാഗങ്ങളിൽ മോഡുലാറായിട്ട് പ്രവർത്തിക്കുന്ന ഫങ്ഷൻസ് തമ്മിലുള്ള പരസ്പര പ്രവർത്തനം, ഇൻ്റഗ്രേഷൻ വളരെ വളരെ ക്രിട്ടിക്കലാണ്. അപ്പോൾ നമ്മൾ വളരെ അബ്സല്യൂട്ടായിട്ട് എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സ്മൂത്തായിട്ട് നടക്കും എന്ന് അസ്യൂം ചെയ്യുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൽ ഇത്തരം പാകപ്പിഴകളൊന്നും ഇല്ലാതെ ഇത് ഏതാണ്ടൊക്കെ കൃത്യമായിട്ട് നടന്നു പോകുന്നത് കൊണ്ടാണ്. പക്ഷേ ഇത് അനേകായിരം ഫങ്ഷൻസിൻ്റെ പരസ്പരം കൃത്യമായി യോജിച്ച പ്രവർത്തനം കൊണ്ടാണ് ഇങ്ങനെ സ്മൂത്തായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതിലേതെങ്കിലും ഒരു ഭാഗത്തിന് ചെറിയ പ്രശ്നം വന്നാൽ ചിലപ്പോൾ വളരെ വളരെ വലിയ വ്യത്യാസമായിരിക്കും നമ്മൾ ആ ആളിൻ്റെ അനുഭവത്തിലും ആ പെരുമാറ്റത്തിലും ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഇന്ന് മസ്തിഷ്കത്തെക്കുറിച്ച് നമ്മൾ ഒരുപാടൊക്കെ മനസ്സിലാക്കിയ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ പണ്ടൊരു കാലത്ത് സ്വാഭാവികമായിട്ടും ഇത് ചാത്തനോ പ്രേതമോ പോലുള്ള വളരെ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള പല കഥകളിലൂടെയും മാത്രം വിശദീകരിക്കാവുന്ന കാര്യങ്ങളായിരുന്നിരിക്കാം. പലപ്പോഴും ആളുകളുടെ പെരുമാറ്റമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പല അന്ധവിശ്വാസങ്ങളും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ടേക്ക് ഹോം മെസ്സേജ് അതാണ്: മസ്തിഷ്കത്തിൽ ഒരുപാട് ഫങ്ഷൻസ് ഒരുമിച്ച് കൈകോർത്ത് നടന്നാൽ മാത്രമേ നമ്മളുടെയൊക്കെ വളരെ സ്മൂത്തായിട്ടുള്ള ജീവിതം സാധ്യമാവുള്ളൂ. ഇതിലേതെങ്കിലും ഒരു ഭാഗം അല്പം പാകപ്പിഴ വന്നാൽ മതി, ചിലപ്പോൾ നമ്മുടെ കിളി പോകും. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.